കഴിഞ്ഞ 10 കൊല്ലത്തെ LDF ഗവൺമെന്റിന്റെ ഭരണകാലത്ത് 6 തവണയാണ് ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടിയത്. ഏതാണ്ട് 26% വിലയിൽ വർധനവുണ്ടായി. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, അതിനു മുമ്പുള്ള UDF ഗവൺമെന്റിന്റെ ഭരണകാലത്ത് ഇതൊന്നും നടന്നിട്ടില്ലാന്ന്. ആ സമയത്ത് 3 തവണ ഇലക്ട്രിസിറ്റി ബില്ല് കൂട്ടി. പക്ഷെ 48% വൈദ്യുതി ബില്ല് വർദ്ധിച്ചത്. അതായത് കഴിഞ്ഞ ഒരു 15 കൊല്ലത്തില് കറണ്ടിന്റെ വിലയിൽ 74% വർധനവുണ്ടായി. ഇനി ഇതാ ഇപ്പൊ പുതിയ ഇലക്ഷൻ വരാൻ പോവാണ്. സൗജന്യ യാത്രയടക്കമുള്ള പല ആനുകൂല്യങ്ങളും പല മുന്നണികളും മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാലും പ്രമുഖ മുന്നണികൾ ആരും തന്നെ അവരുടെ പ്രകടന പത്രികയിൽ പോലും ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുന്നതിനെ പറ്റി ഒന്നും സംസാരിച്ചതായി കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മാറി വരുന്ന ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഈ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് കൺട്രോൾ ചെയ്യുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. കാര്യം പൊതുവെയുള്ള ഒരു ധാരണ, നമ്മൾ കേരളത്തിൽ ആവശ്യമായ വൈദ്യുതി ഏതാണ്ട് മുഴുവനും നമ്മൾ ഇവിടെ ഡാമുകളിൽ ജലവൈദ്യുത പദ്ധതി വഴിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് അങ്ങനെയല്ല. നമുക്ക് കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ 20-25% മാത്രമാണ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബാക്കി 75-80% നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യാണ്. പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ കേന്ദ്ര പൂളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. അതുപോലെ ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തുനിന്നും പവർ എക്സ്ചേഞ്ചുകളിൽ നിന്നൊക്കെ ആയിട്ടാണ് വൈദ്യുതി വാങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി പ്രൊക്യൂർമെന്റ് ചാർജും ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കുറയ്ക്കുന്നതിൽ വലിയ പരിമിതികൾ ഗവൺമെന്റുകൾക്കുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ വാങ്ങുന്ന വൈദ്യുതിയിൽ ഒരു വലിയ പങ്കും തെർമൽ പവർ പ്ലാന്റിൽ കൂടെ വാങ്ങുന്നതാണ്. അതായത് കോൾ കത്തിച്ചിട്ടാണ് ഈ വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇപ്പോ മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ഫ്രിക്ഷൻ ഒക്കെ ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ വില നിയന്ത്രിക്കണമെങ്കിൽ, അത് കൺട്രോൾ ചെയ്യണമെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ. ആ വൈദ്യുതി നിങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പൊതുവെ പറയുന്നത് സോളാറും അതുപോലെ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈദ്യുതി സേവ് ചെയ്യുന്ന ബാറ്ററി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സോളാർ പ്ലസ് സ്റ്റോറേജ് സംവിധാനമായിരിക്കും ഈ എനർജിയുടെ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഒക്കെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇതുപോലെ എനർജി ആയിട്ടും അതുപോലെ സോളാറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഈ അക്കൗണ്ടിൽ സംസാരിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.